Good morning. Good morning, Miss. Good morning. Good morning. Good morning, ma'am. ഒരു സെക്കൻഡേ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. പ്രേയർ ചെയ്തോളൂ കേട്ടോ. Okay, ma'am. ഓക്കെ, സൈനിൻ ആരാണ്? ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് എവരിവൺ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്ന അശ്വതി മാമിനെയും നമ്മുടെ മറ്റെല്ലാ സ്റ്റുഡൻസിനെയും ഞാൻ ഈ ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഓക്കെ, തുടർത്തതേ. Good morning, Miss, and good morning, friends. Always keep a positive mindset. It will improve your outlook on the world. എപ്പോഴും പോസിറ്റീവ് ചിന്താഗതി നിലനിർത്തുക. അത് ലോകത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് മെച്ചപ്പെടുത്തും. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. ഓക്കെ, എന്തെങ്കിലും സ്റ്റോറി പറയാനോ ആക്ഷൻ സോങ് ചെയ്യാനോ ഉണ്ടോ ആരെങ്കിലും? മാം, കഴിഞ്ഞ ക്ലാസ്സിൽ മറ്റേ വീൽസിന്റെ ഞാൻ കാണിച്ചില്ലായിരുന്നു, അതൊന്ന് പ്രസന്റ് ചെയ്തോട്ടെ. ഏതായിരുന്നു? വീൽസിന്റെ കാണിച്ചില്ലായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. വീലും നമ്പർ വീലും അല്ലേ? ആ, കാണിച്ചോളൂ, പ്രസന്റ് ചെയ്തോളൂ. ആ, വെരി ഗുഡ്, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. മാം, ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു, ഞാൻ കാണിച്ചോട്ടെ? ആ, ശില്പ കാണിച്ചു. ആരായിരുന്നു? ജ്യോതിയാണോ ശില്പയാണോ? ജ്യോതി. ആ, ശില്പ പ്രസന്റ് ചെയ്തോളൂ. ഓക്കെ മാം.
എന്ത് വെച്ചിട്ട് കേക്ക് ബോർഡ് ആണോ? എന്താ മാം? അല്ല, കാർഡ്ബോർഡ് ആണ്. കാർഡ്ബോർഡ്. കാർഡ്ബോർഡ്. എന്ത് വെച്ചിട്ടാ ഫിറ്റ് ചെയ്തിരിക്കുന്നേ? അത് സ്ക്രൂ ഇല്ലേ? സ്ക്രൂ നമ്മള് ചെറിയ സ്ക്രൂ വെച്ച്. അതെല്ലേ. ഓക്കെ. പിന്നെ നമ്മുടെ ക്ലാസ്സിലെ റീനീടെ ഉണ്ട്, അനിയന്റെ വൈഫാണ്. ആള് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ജിമ്മിൽ പോയിരിക്കുക. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. മിസ്, ഞാൻ നമ്പർ വീല് കാണിച്ചിട്ടുണ്ടായിരുന്നു. കാണിച്ചോളൂ. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. വാവ്, അടിപൊളി. ഇതെന്താണ് ആ ബോള്? പോം ബോൾ. ഇത് ഷോപ്പിൽ നിന്ന് മേടിച്ചാണോ? മീഷോയിന്ന്. നന്നായിട്ടുണ്ട് കേട്ടോ. അധികം റേറ്റ് ഉണ്ടോ? ഇല്ല, 70-80 അതിനകത്തേ വരത്തുള്ളൂ. അത്രയായുള്ളൂ അല്ലേ? അത്രേ ആയുള്ളൂ. പല കളേഴ്സിലുണ്ട് അല്ലേ? 10 കളറുണ്ട്. 100 വരും ഒരു പാക്കറ്റില്. ഒരു പാക്കറ്റില് 100 ഉണ്ടാവും. 100 ഉണ്ടല്ലേ? കുഴപ്പമില്ലല്ലോ. വെരി ഗുഡ്, നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് നാളെ കാണിച്ചായിരുന്നു. ഓക്കെ. മിസ്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്പർ വീല് പ്രസന്റ് ചെയ്തില്ലായിരുന്നു, കാണിച്ചോട്ടെ? കാണിച്ചോ. നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. സിന്ധു. സിന്ധു പ്രസന്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ട് മാം. നമ്പർ വീലും പിക്ചർ വീലും. പിക്ചർ വീല്, നമ്പർ വീല്. ഓക്കെ, അടിപൊളി. താങ്ക് യു. ആണോ? ഇത് കാർഡ്ബോർഡാണ്. കാർഡ്ബോർഡാണ്. എന്തെങ്കിലും ഒട്ടിച്ചിട്ടുണ്ടോ അതില്? ഒട്ടിച്ച് പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, നന്നായിട്ടുണ്ട്. താങ്ക് യു. രണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ. വെരി ഗുഡ്. തസ്ലിമ. ഹലോ മിസ്സേ. നമ്പർ വീൽ. കാണുന്നുണ്ടോ മിസ്സേ? നന്നായിട്ടുണ്ട്. താങ്ക് യു. രഞ്ജിനി. എന്തായിരുന്നു? കാർഡ്ബോർഡ് ആണോ ഇത്? കാർഡ്ബോർഡ് എന്തെങ്കിലും ആണോ? കാർഡ്ബോർഡ്. കേക്ക് ബോർഡ് കിട്ടിയില്ല, നോക്കി അന്വേഷിച്ചായിരുന്നു. പിക്ചർ വീല് കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നു.
ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഇനി ആരാണ് ഇനി കാണിക്കാനുള്ളത്? കവിത. മിസ്സേ, ഞാൻ നമ്പർ വീല് കാണിച്ചായിരുന്നു, പിക്ചർ വീല് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ. ഓക്കെ, നൈസ്, നന്നായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, സന്തോഷം. ഇനി ആരെങ്കിലും ഉണ്ടോ പ്രസന്റ് ചെയ്യാനായിട്ട്? ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ സെമിനാർ ആയിരുന്നു പ്രസന്റ് ചെയ്തത്. പിന്നീട് സേഫ്റ്റിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഓർമ്മയുണ്ടോ? കുട്ടികളുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നോ? ആക്ടിവിറ്റി എന്തെങ്കിലും തന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല മാം. ഇല്ല അല്ലേ? ഓക്കെ, അപ്പോ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ക്ലാസ്സില് ഈ ഒരു പാരഗ്രാഫ് നമ്മള് വായിച്ചതാണ് അല്ലെ? വായിച്ചതല്ലേ? ഇനി വായിച്ചു നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പൊ സേഫ്റ്റി അഥവാ സുരക്ഷ, കുട്ടികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മള് കുറെ കാര്യങ്ങൾ നമുക്കറിയാം. നമ്മൾക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളുണ്ട്, നമ്മൾ പുറത്തുനിന്ന് കേട്ടിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങളുടെ എക്സ്പീരിയൻസ് കുറച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ അതിന്റെ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ വേറെയും ചില കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്യാം. അപ്പോ ആദ്യം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ അവര് വീട്ടിലും സേഫ് ആയിട്ടിരിക്കണം, വീടിന് പുറത്തും സേഫ് ആയിട്ടിരിക്കണം അല്ലെ? സുരക്ഷിതരായിട്ടിരിക്കേണ്ട ആവശ്യമുണ്ട് അല്ലെ? വീടിനായാലും വീട്ടിനുള്ളിലായാലും വീടിന് പുറത്തായാലും കുഞ്ഞുങ്ങൾക്ക് സേഫ്റ്റി കൂടിയേ തീരും. അപ്പോ നമ്മള് വീട്ടില് കുഞ്ഞുങ്ങളുടെ നമ്മുടെ വീട്ടിലുള്ളപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമ്മൾ ആദ്യം പറയാം. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മരുന്നുകള്, അതുപോലെ തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള കെമിക്കൽസ്
അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള വസ്തുക്കൾക്ക് കുട്ടികൾക്ക് ലഭ്യമാകാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇപ്പോ വീട്ടിലെ മുതിർന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവര് മരുന്നുകളൊക്കെ കഴിക്കുന്ന ആളുകളായിരിക്കും അല്ലെ? ഇല്ലേ? ഏറെ ആളുകളും മരുന്നുകൾ കഴിക്കുന്ന ആളുകളായിരിക്കില്ലേ? ഡയബറ്റീസിന് മരുന്ന് കഴിക്കുന്നവരുണ്ടാവും, പ്രഷറിന് മരുന്ന് കഴിക്കുന്നവരുണ്ടാകും, അങ്ങനെ പലവിധ രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോ അവര് മരുന്ന് കഴിച്ചിട്ട് ആ ടാബ്ലറ്റിന്റെ ബോക്സ് അശ്രദ്ധമായിട്ട് എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാല് ഇത് കുഞ്ഞു കുട്ടികളുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അതവര് എടുക്കും. ഓക്കെ, ചില കുഞ്ഞുങ്ങളാണെങ്കിൽ അത് ബലമായിട്ട് തുറക്കാനായിട്ട് ശ്രമിക്കും. തുറന്നിട്ട് അതിൽ നിന്ന് ടാബ്ലറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ സിറപ്പ് രൂപത്തിലുള്ള മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വായിലോട്ട് ഇടും അല്ലെ? മരുന്നാണെങ്കിൽ, അതായത് ഗുളികയാണെങ്കിൽ അത് വായിലോട്ട് ഇടും. ഇനി കുപ്പിമരുന്നാണെങ്കിൽ അത് വായിലോട്ട് കമത്തുകയാണ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഒഴിവാക്കാനാണ് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അവർക്ക് അറിയാൻ പറ്റും, എന്നാലും നേരിയ അശ്രദ്ധക്കുറവ് മതിയല്ലോ. ചിലപ്പോ അവര് TV കാണുന്ന സമയത്ത് ഡൈനിങ് ടേബിളിൽ വെച്ച് തന്നെയായിരിക്കും ചിലപ്പോ അവരെന്ത് ചെയ്യുന്നത്, ടാബ്ലറ്റ് എടുത്ത് കഴിക്കുന്നതൊക്കെ. എന്നിട്ട് ചിലപ്പോ അവിടെ തന്നെ വെച്ചുകൊണ്ട് പോകും. അല്ലെങ്കിൽ ടിവിയുടെ സ്റ്റാൻഡ് ഒക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ ഇട്ടായിരിക്കും വെക്കുന്നത്. ഓക്കെ, അപ്പൊ കുട്ടികൾക്ക് കയ്യെത്തുന്ന രീതിയിലായിരിക്കും ചിലപ്പോ അത് വെച്ചിട്ടുണ്ടാവുക. അപ്പൊ ആരും ഇല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ കുട്ടികൾ ഇത് എടുക്കുകയും അതെടുത്ത് കഴിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് നമുക്ക് ചുറ്റിലും. നമ്മുടെ MTയിലെ തന്നെ ഒരു മുന്നത്തെ ബാച്ചില്, ഫസ്റ്റ് ബാച്ചിൽ ഒരു കുട്ടി പറഞ്ഞതാണ്, ആ കുട്ടിയുടെ കുഞ്ഞ് ടർപ്പൻ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചുകൊണ്ട് കുട്ടിക്ക് അതൊന്നും തന്നെ സംഭവിച്ചില്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മണ്ണെണ്ണ എടുത്ത് കുടിച്ചിട്ടുള്ള കേസുകളുണ്ട് കുഞ്ഞുങ്ങള്. ഓക്കെ, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങള് നമ്മൾക്ക് ചുറ്റിനും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കിച്ചൺ ഒക്കെ ഉണ്ടല്ലോ, കിച്ചണിന്റെ ഏരിയയിലൊക്കെ ചെല്ലുമ്പോ ഈ 2 അല്ലെങ്കിൽ 2.5, 1.5 വയസ്സുള്ള കുഞ്ഞുങ്ങളതൊക്കെ പറഞ്ഞാല് അവര് ഓടാനും നടക്കാനും ഒക്കെ തുടങ്ങുന്ന ഒരു പ്രായമാണ് അല്ലെ? അപ്പൊ ആ ഒരു സ്റ്റേജിലെ കുഞ്ഞുങ്ങൾ നമുക്കറിയാം ചാടി ഓടിയൊക്കെയാ നടക്കുക. പെരയ്ക്ക് ചുറ്റും അല്ലെങ്കിൽ പെരയുടെ ഉള്ളിൽ തന്നെ, വീടിനകത്ത് തന്നെ എന്ത് ചെയ്യാറുണ്ട്, കലപില കൂട്ടി ഓടി നടക്കാറുണ്ട് അല്ലെ? അപ്പൊ ഈ കിച്ചന്റെ ഭാഗത്ത് നിന്നൊക്കെ ചെല്ലുമ്പോൾ, കിച്ചന്റെ ഭാഗത്തൊക്കെ ചെല്ലുമ്പോൾ ധാരാളം ടിന്നുകളൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ കുറേയധികം കറി പൗഡേഴ്സ് ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്ന ടിന്നുകളായിരിക്കും ഉണ്ടാവുക. അപ്പോ ഇവരെന്ത് ചെയ്യും, ഇവരുടെ കയ്യെത്തുന്ന ദൂരത്തിലാണ് ആ ഒരു ടിന്നിരിക്കുന്നതെങ്കിൽ അത് മറിച്ചിടാനോ അല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്യാനോ കുട്ടി ശ്രമിക്കും. അപ്പൊ നമുക്കറിയാം കറി പൗഡർ ഒക്കെയാണ് അല്ലെ? അപ്പൊ ചിലപ്പോ കണ്ണിലോ അല്ലെങ്കിൽ വായിലോ അല്ലെങ്കിൽ ദേഹത്തൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അത് കൂടുതൽ ഡേഞ്ചറസ് ആകും അല്ലെ? പിന്നെ കുഞ്ഞ് ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങും. ഇപ്പൊ നമുക്കറിയാം മുളകുപൊടി പോലെയുള്ള അല്ലെങ്കിൽ ചില്ലി പൗഡർ പോലുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളിൽ നിന്ന് സൂക്ഷിക്കാറുണ്ട് അല്ലെ, അകറ്റി മാറ്റാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഈ കോക്കനട്ട് ഓയിലൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ കുപ്പിയിലാക്കി, ചില്ലിന്റെ കുപ്പിയിലാക്കിയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ കുഞ്ഞത് എടുക്കാൻ ശ്രമിക്കുകയും വേണമെങ്കിൽ അത് താഴെ വീഴുകയും കുപ്പി പൊട്ടുകയും പിന്നെ ഓയിൽ ആ ഫ്ലോറിൽ സ്പ്രെഡ് ആവുകയും ചെയ്യും. അപ്പൊ 2 വിധത്തിലുള്ള അപകടങ്ങളാണ് ഇതുമൂലം ഉണ്ടാവുക. ഒന്ന്, കുഞ്ഞിന്റെ കാലിലോ കയ്യിലോ കുപ്പിച്ചില്ല തറച്ചു കയറാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തത്, കുഞ്ഞ് തെന്നി വീഴാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാകുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, കുഞ്ഞുങ്ങളുടെ കൈയെത്താവുന്നതിന് കുറച്ച് ദൂരത്ത് അല്ലെങ്കിൽ ഹൈറ്റിലായിരിക്കണം ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടത്. പിന്നെ ചില അമ്മമാരൊക്കെ ചെയ്യാറുണ്ട്, അമ്മൂമ്മമാരൊക്കെ ഈ നമ്മുടെ മണ്ണെണ്ണയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ സ്പ്രിങ്ങിന്റെ കുപ്പിയിലൊക്കെ ആക്കി വെക്കാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ ചെയ്യാറുണ്ട്. സ്പ്രിങ്ങിന്റെ കുപ്പി, ഫ്രൂട്ടിയുടെ കുപ്പി, ഇതിനകത്തൊക്കെ എന്ത് ചെയ്യും, ആക്കി വെക്കും. അപ്പൊ ഫ്രൂട്ടിയുടെ കുപ്പിയാണെങ്കിൽ കുഞ്ഞിന് അറിയാൻ പറ്റും ഇത് ഫ്രൂട്ടി അല്ല, ഒരു എന്താ പറയാ കുറച്ചും കൂടി അറിവുള്ള കുഞ്ഞാണെങ്കിൽ അറിയാൻ പറ്റും. കാരണം കളർ വ്യത്യാസം ഉണ്ടാവുമല്ലോ, ഡീസൽ, മണ്ണെണ്ണ പോലുള്ള. പക്ഷെ സ്പ്രിങ്ങിന്റെ കുപ്പിയിലൊക്കെ നമുക്ക് അറിയാം പച്ച കളറാണ് അല്ലെ, ഗ്രീൻ കളറാണ്, അറിയാൻ പറ്റില്ല അതിനകത്ത് ഡീസൽ ആണോ മണ്ണെണ്ണയാണോ എന്ന്. അപ്പൊ എന്ത് ചെയ്യും, ഇതാണെന്ന് വിചാരിച്ചിട്ട് എടുത്ത് കഴിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ ഇത്തരത്തിൽ എന്ത് ചെയ്യാം, പലതരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകും. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ തന്നെ അതില് ഒരു ജാഗ്രത നമ്മൾ പുലർത്തേണ്ടതുണ്ട്.
പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിക് വയറുകൾ ഇൻസുലേറ്റ് ചെയ്ത് വെക്കുക. അതായത് കുഞ്ഞുങ്ങൾക്ക് ഷോക്കേക്കാൻ ഇടയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. വയറുകളൊക്കെ ധാരാളമായിട്ട് പോകുന്ന അല്ലെങ്കിൽ കുഞ്ഞെത്തുന്ന സ്ഥലത്ത് ഇപ്പൊ നമ്മൾക്ക് കുറേയധികം ഉപകരണങ്ങൾ ഉണ്ടല്ലോ നമ്മുടെ വീട്ടില്. ഫ്രിഡ്ജുണ്ട്, TV ഉണ്ട്, ഇതിനൊക്കെ വയേഴ്സ് ഉണ്ട്. അപ്പോ എങ്ങാനും ചെന്ന് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഷോക്കേറ്റ് നിലത്ത് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്യണം? വയറുകൾ ഇൻസുലേറ്റ് ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ പൊട്ടിയ ഗ്ലാസ് കഷ്ണങ്ങൾ വലിച്ചെറിയുക എന്നുള്ളതാണ്. വലിച്ചെറിയുക എന്ന് പറഞ്ഞാല് കുറച്ച് ദൂരെയായിട്ട് ആരും എത്താത്തൊരു സ്ഥലത്ത് വേണം അത് ഡെപ്പോസിറ്റ് ചെയ്യാൻ. എന്താ പറയാ, വീടിന്റെ വാതിൽക്കൽ അല്ലെങ്കിൽ അടുക്കളപ്പുറത്ത് അങ്ങനെയുള്ള സ്ഥലത്തൊന്നും എന്ത് ചെയ്യരുത്, ഈ സാധനങ്ങൾ അതായത് പൊട്ടിയിട്ടുള്ള ഗ്ലാസ് കഷ്ണങ്ങളൊന്നും വലിച്ചെറിയാനായിട്ട് പാടില്ല. കുറച്ചും കൂടി സേഫ് ആയിട്ട്, അതായത് കുഞ്ഞ് അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ എത്താത്ത സ്ഥലത്ത് വേണം എന്ത് ചെയ്യാൻ, ഇത് ഡെപ്പോസിറ്റ് ചെയ്യാൻ. പിന്നെ നമ്മുടെ ഫ്ലോറിൽ, തറയിൽ എന്തെങ്കിലും വെള്ളമോ അല്ലെങ്കിൽ ഓയിലോ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ തുടച്ചു കളയാനായിട്ട് ശ്രമിക്കുക. പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യുക. ഈ ചില്ലൊക്കെ, കുപ്പിച്ചില്ലൊക്കെ, അതായത് എന്തെങ്കിലും പാത്രങ്ങളൊക്കെ, ഗ്ലാസ് അങ്ങനെയുള്ള ചില്ല ഗ്ലാസ് എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ മൊത്തമേ സ്പ്രെഡ് ആകും അല്ലെ. അപ്പൊ വലിയ കഷ്ണങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ കണ്ണിൽ പെടും. നമ്മ എന്ത് ചെയ്യും, അത് കൊണ്ടുപോയി കളയാറുണ്ട് വാരിയെടുത്തിട്ട് അല്ലെ. പക്ഷെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ഉണ്ട്, നേരിയ ഒരു പൊടി ഉണ്ടാവുള്ളൂ, കാണാനും കൂടി തെറ്റില്ല നമുക്ക്. ആ ഒരു സൈസിലുള്ള സാധനമുണ്ട്, നമുക്ക് ടച്ച് ചെയ്താൽ അറിയാൻ പറ്റും. ഇതെന്ത് ചെയ്യും, ഈ ഫ്ലോറിൽ കിടക്കും ഇല്ലേ, കിടക്കാറില്ലേ? വലിയ കഷ്ണങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, തൂത്തുവാരി കൊണ്ട് കളയാറുണ്ട്. പക്ഷെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ ഉണ്ടല്ലോ, അത് നമ്മുടെ ശ്രദ്ധയിൽ പെടില്ല. അപ്പോ അടിച്ചു വാരിയാൽ മാത്രം പോരാ, അവിടെ തുടയ്ക്കുകയും വേണം, ക്ലീൻ ചെയ്യണം. എന്നാൽ മാത്രമാണ് അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ കുഞ്ഞ് നടക്കുമ്പോൾ ദൂരേക്കൊക്കെ ചിലപ്പോൾ തെറിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ. കുഞ്ഞ് നടക്കുമ്പോൾ ചിലപ്പോൾ കാലിൽ എന്ത് ചെയ്യാം, ഇത് കുത്തിക്കയറാം. പിന്നെ അത് നമുക്ക് പെട്ടെന്ന് അത് കിട്ടാനും പറ്റില്ല, അതായത് നമുക്കത് എടുക്കാൻ പറ്റില്ല. അതിൽ നിന്ന് സ്കിന്നിൽ പറ്റിച്ചേർന്നാൽ അത് എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതും എന്ത് ചെയ്യണം, നമ്മൾ അതിനും ഒരു പ്രത്യേക അറ്റൻഷൻ കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്തായാലും കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് എയ്ഡ് ബോക്സ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് അപർണ. ഫസ്റ്റ് എയ്ഡ് ബോക്സ് കീപ്പ് ചെയ്യണം. ഓക്കെ, അതായത് എന്തെങ്കിലും ഒരു അത്യാവശ്യം അല്ലെങ്കിൽ ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ എന്ത് ചെയ്യാം, ആ ഒരു ആദ്യം കുട്ടിക്ക് കൊടുക്കേണ്ട ഒരു കരുതലുകൾ, പരിചരണം പോലുള്ള കാര്യങ്ങൾ, കെയർ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ അപകട സാധ്യതയുള്ള ഗെയിമുകള്, അതുപോലെ തന്നെ ഈ നമ്മള് പല വിധത്തിലുള്ള ആഘോഷങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന, സെലിബ്രേഷൻസിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന പടക്കങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊടുക്കാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ എന്തുണ്ട്, പല അധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഗെയിംസ് ഉണ്ട് അല്ലെ. കുട്ടികൾ ഗെയിംസ് കളിക്കാറുണ്ടോ, ഇൻസ്റ്റാൾ ചെയ്യാറില്ലേ? നമ്മൾ എപ്പോഴും വാർത്ത ഉണ്ടാകുന്ന ഒരു കാര്യമാണ്, ഇത് എപ്പോഴും വാർത്താ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. കുട്ടികൾ ഗെയിം കളിച്ചിട്ട് ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. പലതരത്തിലുള്ള എന്താ പറയാ, ഓൺലൈൻ ഗെയിമുകൾ പോലുള്ള കാര്യങ്ങളുണ്ട്. കുഞ്ഞുങ്ങളെ ട്രാപ്പിലാക്കാനും അക്കൗണ്ടിൽ നിന്ന് പണം പോകാനുള്ള പലതരത്തിലുള്ള ഗെയിമുകൾ. അപ്പോ അത്തരത്തിലുള്ള ഗെയിമുകൾ ഫോണിൽ സൂക്ഷിക്കാതിരിക്കാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി അഥവാ നമ്മള് മുതിർന്നവരത് കളിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് കുട്ടികളുടെ ശ്രദ്ധയിൽപ്പെടുത്താതിരിക്കുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ സെലിബ്രേഷൻസ് നമുക്കറിയാം, ദീപാവലി, വിഷു പോലുള്ള സെലിബ്രേഷൻസ് ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ മറ്റു പല ആഘോഷങ്ങളൊക്കെ വരുന്ന സമയത്ത് പടക്കങ്ങൾ കത്തിക്കാറുണ്ട് അല്ലെ. പടക്കം പൊട്ടിക്കാറില്ലേ, ഉണ്ടോ? എന്താണ് പടക്കം, മത്താപ്പൂ, മേശാപ്പൂ, ഗുണ്ട്, അങ്ങനെ കുറേയധികം സാധനങ്ങളുണ്ട് അല്ലെ. അപ്പോ ഇത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളും കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. കുഞ്ഞുങ്ങൾക്ക് ഒറ്റയ്ക്കായിട്ട് ഇത് കൊടുത്ത് നമ്മള് പോവാനായിട്ട് പാടില്ല. ഇപ്പോ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് സേഫ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാല് നമ്മുടെ കമ്പിത്തിരി പോലുള്ള കാര്യങ്ങളാണ് അല്ലെ. കമ്പിത്തിരിയൊക്കെ കുട്ടികൾക്ക് കത്തിക്കാൻ കൊടുക്കാറുണ്ട് അല്ലെ. പക്ഷെ എന്നാലും അതിൽ നിന്നൊരു എന്താ പറയാ, ഫയർ വരും, തീ വരും അല്ലെ. അത് ചിലപ്പോൾ കണ്ണിലൊക്കെ സ്പ്രെഡ് ആവാനായിട്ട് സാധ്യതയുണ്ട്.
അപ്പൊ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഏറ്റവും സേഫ് ആയിട്ട് അത് കൊടുക്കുകയും വേണം. എന്നാൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് പോകാനും പാടില്ല. എന്തെങ്കിലുമൊക്കെ സാധനമൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളുടെ അടുത്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് മാറിക്കഴിഞ്ഞാൽ അവരെന്താണ് ചെയ്യണമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോ ആ ഒരു കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ സ്കൂളിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ബസ് കയറ്റി വിടുന്ന കുഞ്ഞുങ്ങള്, തിരിച്ച് ബസ് ഇറങ്ങുന്ന കുഞ്ഞുങ്ങള് ഇല്ലേ, ബസ്സിൽ പോകുന്ന കുഞ്ഞുങ്ങളില്ലേ, വണ്ടിയിലൊക്കെ പോകുന്ന, ഓട്ടോറിക്ഷയിൽ പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്, വാനിൽ പോകുന്ന കുഞ്ഞുങ്ങളുണ്ട് അല്ലെ. അപ്പൊ നമ്മള് കുഞ്ഞുങ്ങളെ കൊണ്ടു ചെന്നാക്കുകയാണ് ചെയ്യുക പതിവ് അല്ലെ. കുഞ്ഞുങ്ങളെ ബസ് കയറ്റി വിടും, പിന്നെ വൈകുന്നേരം സമയമാകുമ്പോ നമ്മൾ അവിടെ ചെന്ന് നിൽക്കും, കുഞ്ഞ് ബസ്സിൽ നിന്ന് ഇറങ്ങി വരും. അപ്പൊ ചില സമയത്ത് ചില അശ്രദ്ധകള് സംഭവിക്കാറുണ്ട് അല്ലെ, ഇല്ലേ? ചില ശ്രദ്ധക്കുറവ് വരാറില്ലേ? എങ്ങനെയാ ശ്രദ്ധക്കുറവ് വരുന്നേ? കുഞ്ഞിറങ്ങുന്ന സമയത്ത് എങ്ങനെയാ വരുന്നേ? നമ്മൾ വാർത്തകൾ കേൾക്കാറുണ്ട് അല്ലെ, ഒന്ന് പറയാമോ? ചിലപ്പോ ചെല്ലാൻ സമയം വഴി ചിലപ്പോ എന്താണ്? ചില സമയത്ത് എത്താൻ പറ്റാറുണ്ടാവില്ലേ, മോനെ ഇറക്കിയിട്ട് പോയിട്ടുണ്ടാവും, അങ്ങനെ വരാം. വാഹനങ്ങൾ വരുന്നോ ഇല്ലയെന്ന് നോക്കി ക്രോസ് ചെയ്യുമ്പോ പറ്റുന്ന ഒരുപാട് കണ്ടിട്ടുണ്ട്. വീഡിയോസ് ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങി ഉടനെ എടുത്ത് ചാടി വരുന്നതും വണ്ടികൾ വന്ന് കയറുന്നതൊക്കെ. യെസ്, അതായത് കുഞ്ഞുങ്ങൾ കയറുമ്പോഴും അതുപോലെ തന്നെ ഇറങ്ങുമ്പോഴും സുരക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് അല്ലെ. അതായത് പ്രോപ്പർ ആയിട്ട് നമുക്കറിയാം ആ വാഹനത്തില് ഒരു ഹെൽപ്പർ വേണമല്ലോ, ഒരു ആയ എന്ന് പറയുമല്ലോ നമ്മള്, അവരുണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമല്ലേ കുഞ്ഞുങ്ങളുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട്. ഡ്രൈവർക്ക് എപ്പോഴും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്നില്ല. ഓക്കെ, അപ്പൊ എല്ലാ വണ്ടിയിലും ഉണ്ടാകും, അത് നിർബന്ധമാണ്, 1-2 പേരുണ്ടാകും. അവരായിരിക്കും കുട്ടികളെ കയറ്റുന്നതും ഇറക്കുന്നതും. അപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് മോൾക്ക് ബസ് ഇങ്ങനെ രാവിലെ നേരത്തെ 7:30-ക്കാണ് ബസ് വരുന്നത്, സ്കൂൾ ബസ് വരുന്നത്. അപ്പൊ ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോ ബസ് മിസ്സായി. അപ്പൊ ബസ്സിന്റെ പുറകിൽ ചേട്ടനെ കൊണ്ടുപോയത്, ബൈക്കിൽ കൊണ്ടുപോയി പകുതി വെച്ചാ കിട്ടിയത്. അപ്പൊ ആള് ഓപ്പോസിറ്റ് സൈഡിലാണ് ഇറക്കിയത്. അപ്പൊ ഇങ്ങനെ അവള് വരുന്നത് കാണാതെ അവര് ബസ് പെട്ടെന്ന് എടുക്കാൻ പോയി. പക്ഷെ അവിടെ നിന്നവര് കണ്ടത് കൊണ്ട് അവരത് പെട്ടെന്ന് കൈ കാണിച്ച് സ്റ്റോപ്പാക്കി. അങ്ങനെ കഴിഞ്ഞ ദിവസം അങ്ങനെ ശരിക്കും പേടിച്ചു ഞങ്ങള്. അതായത് കുഞ്ഞുങ്ങൾ ഇറങ്ങുന്ന സമയത്തും കയറുന്ന സമയത്തും കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഇറങ്ങുന്ന സമയത്തൊക്കെ ടയറ്, അതായത് കാലൊക്കെ ടയറിന്റെ ഇടയിൽ പോകാനും, അതായത് ചിലപ്പോൾ ബസ് മുന്നോട്ട് എടുക്കാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ ക്രോസ് ചെയ്യുന്ന സമയത്തായാൽ പോലും, കുട്ടി ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ ക്രോസ് ചെയ്യുന്ന സമയത്തായാൽ പോലും അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ ബസ്സിൽ നിന്ന് തന്നെ ചിലപ്പോൾ അപകടം കുട്ടിക്ക് പറ്റിയെന്ന് വരാം. പിന്നെ അതുപോലെ തന്നെ വാഹനത്തിന്റെ സ്പീഡ് അല്ലെ, ഇത്ര സ്പീഡിലാണ് വാഹനങ്ങൾ ഓടാൻ പാടുള്ളൂ അല്ലെ. സ്കൂൾ വാഹനങ്ങൾ ഇത്ര സ്പീഡിലല്ലേ പോകാൻ പാടുള്ളൂ, അങ്ങനെ നിയമമുണ്ടല്ലോ. അപ്പോ ആ രീതിയിൽ അതായത് സ്പീഡ് കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ ഡ്രൈവർ എക്സ്പീരിയൻസ്ഡ് ആണോ, നല്ല രീതിയിലാണോ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ പാരന്റ്സ് ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുൻകൂട്ടി അന്വേഷിച്ച് നോക്കേണ്ടത് കേട്ടോ. എന്നാൽ മാത്രമാണ് ആ ഒരു വാഹനത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളെ കയറ്റി വിടാനായിട്ട് പാടുള്ളൂ. അപ്പൊ എന്തെങ്കിലും കംപ്ലൈന്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ സ്കൂൾ മാനേജ്മെന്റിനെ അറിയിക്കാന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കുട്ടികളുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് വീട്ടിലുണ്ടാകുന്ന ചില സേഫ്റ്റി പ്രശ്നങ്ങളുണ്ട്. അതായത് കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, കാരണം നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളാണ്, നമ്മൾ തന്നെയാണ് അവരെ ശ്രദ്ധിക്കാനുള്ളതെന്ന് അല്ലെ. പക്ഷെ ചില സമയത്ത് നമ്മുടെ അശ്രദ്ധ മൂലം, നമ്മൾ കരുതി കുട്ടിയല്ല, ചില അബദ്ധങ്ങൾ മൂലം അല്ലെങ്കിൽ അശ്രദ്ധ മൂലം ചില തെറ്റുകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് വരാറുണ്ട്. ഓക്കെ, നേരിയ ശ്രദ്ധക്കുറവാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ലെങ്കിൽ കൂടിയും നമുക്ക് അതൊന്ന് അനലൈസ് ചെയ്യാം. അതായത് ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം ഒരു കുട്ടിയുടെ എക്സ്പീരിയൻസ് ആയിരുന്നു, നമ്മുടെ മീറ്റിംഗിൽ തന്നെ ഉള്ള ഒരു കുട്ടിയുടെ എക്സ്പീരിയൻസ് ആണ്, സ്റ്റുഡന്റിന്റെ എക്സ്പീരിയൻസ് ആണ് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങളുമായിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്യാം. അതായത് ഇത് നടക്കുന്ന സമയത്ത്, ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് ആ കുഞ്ഞിന് 2.5 വയസ്സാണ്. ഓക്കെ, 2.5 വയസ്സുള്ള കുഞ്ഞാണ്. അപ്പോ ഈ കുഞ്ഞ്, അതായത് ഈ സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഈ കുഞ്ഞിന്റെ അമ്മ കിച്ചണിൽ ജോലി നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു.
അപ്പോ ഈ കുഞ്ഞിന്റെ കയ്യില് 2.5 വയസ്സായിട്ടുള്ള കുട്ടിയാണ്, കുറെ അധികം സാധനങ്ങൾ കളിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോ അതിന്റെ ഇടയിൽ നിന്ന് ഒരു മുത്തുമാല കുട്ടിക്ക് കിട്ടി. ഈ മുത്തുമാല കുട്ടി പൊട്ടിച്ചെടുത്തു. ഓക്കെ, ചെറിയ മുത്തുള്ള മാലയായിരുന്നു. ആ മുത്ത് ആ കുട്ടി പൊട്ടിച്ച് ഓരോന്നായിട്ട് എടുത്ത് കളിക്കുവാണ്. അപ്പൊ കളിക്കുന്നതിന്റെ ഇടയ്ക്ക് കുട്ടി എന്ത് ചെയ്തു, ഒരു മുത്തെടുത്തിട്ട് ഇങ്ങനെ മുകളിലോട്ട് കൊണ്ടുവന്നു. മുകളിലോട്ട് കൊണ്ടുവന്നതും മുത്ത് എന്ത് ചെയ്തു, മൂക്കിലൂടെ കയറിപ്പോയി. ഓക്കെ, മൂക്കിലൂടെ കയറിപ്പോയി. പക്ഷെ ഈ ഒരു സംഭവം ഇതിന്റെ അമ്മ അറിഞ്ഞിട്ടില്ല. ഈ കുട്ടിക്ക് യാതൊരു വിധ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും അന്ന് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം കുട്ടിക്ക് എപ്പോഴും ജലദോഷം, കുട്ടിക്ക് എപ്പോഴും തലവേദനയാണെന്ന് പറയുന്നു, തലവേദനിക്കുന്ന അമ്മയെന്ന് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, ശ്വാസം എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് വരുന്നു. അപ്പൊ അവര് കുറെ അധികം ഡോക്ടേഴ്സിനെ കാണിച്ചു. അപ്പൊ ഡോക്ടർമാരെ കാണിച്ചപ്പോ ഡോക്ടേഴ്സ് പറഞ്ഞത് കുട്ടിയല്ലേ, ഈ സമയത്ത് അലർജിയുടെ ആയിരിക്കും, പിന്നെ ജലദോഷം വരുന്നത് സർവ്വസാധാരണമാണെന്ന് പറഞ്ഞിട്ട് അതിനുള്ള, അതായത് ജലദോഷത്തിനും തലവേദനയ്ക്കും ഒക്കെ ഉള്ള പനിക്കൊക്കെ ഉള്ള മരുന്നൊക്കെയാണ് കുഞ്ഞിന് കൊടുത്തത്. പിന്നെ കുറച്ചും കൂടി നാള് കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ മൂക്കിൽ നിന്നും ഒരു ബാഡ് സ്മെല്ല് വരാനായിട്ട് തുടങ്ങി. അപ്പൊ ഇവരത് നോട്ടീസ് ചെയ്തു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ബാഡ് സ്മെല്ല് വരുന്നത്, എന്തുകൊണ്ടായിരിക്കും. ജലദോഷം കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ, ജലദോഷവും ഇതൊക്കെ വരുന്നുണ്ട്, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാവരും പറഞ്ഞത് അലർജിയുടെ പ്രോബ്ലം ആണെന്നാണ് പറഞ്ഞത്. ഓക്കെ, അങ്ങനെ ഈ ബാഡ് സ്മെല്ല് വരാനായിട്ട് തുടങ്ങിയപ്പോ ഇവർക്ക് ഡൗട്ടായി, ഇനി എന്തെങ്കിലും മൂക്കിന്റെ അകത്ത് ഉണ്ടോ എന്നുള്ള ഒരു ഡൗട്ട് ഇവർക്ക് വന്നു. അങ്ങനെ ഇവര് തൊട്ടടുത്തൊരു ക്ലിനിക്ക് ഉണ്ട്, ആ ക്ലിനിക്കിൽ പോയി. അവിടെ ഉള്ളൊരു ഡോക്ടർ ഉണ്ട്, ആ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ കുറെ നാളുകളായിട്ട് കുഞ്ഞിന്, അതായത് ഇപ്പൊ ഒരു കാണിക്കുമ്പോഴെനിക്ക് തോന്നുന്നു 1 വർഷത്തിനോട് എടുക്കാറായി ഇവര് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സിനെ. അപ്പൊ ആ ഡോക്ടറോട് പറഞ്ഞു ഇത്രയും നാളായിട്ട് ഇങ്ങനെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്, ഒരു വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല മരുന്ന് കഴിച്ചിട്ട്, പിന്നെ ഈയിടെയായിട്ട് ഒരു ബാഡ് സ്മെല്ല് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ തന്നെ ആ ഡോക്ടർ എന്ത് ചെയ്തു, എക്സ്റേ എടുക്കാനായിട്ട് പറഞ്ഞു. എക്സ്റേ എടുക്കാനായിട്ട് പറഞ്ഞപ്പോ എക്സ്റേ എടുത്തു. ശേഷം കൊണ്ടുചെന്ന് നോക്കിയപ്പോഴാണ് അറിയുന്നത്, അതായത് കുട്ടിയുടെ ഈ ഭാഗം ഉണ്ടല്ലോ, അതായത് ഈ രണ്ട് നമ്മുടെ ഐബ്രോ ഉണ്ടല്ലോ, പിരുകുണ്ടല്ലോ, അതിന്റെ നടുക്കായിട്ട് മുത്തിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ കുഞ്ഞ് അത്രയും നാള് ആ മുത്ത് വെച്ചിട്ടാണ് അത് ജീവിച്ചത്. ഒന്ന് ഓർത്തു നോക്കിയേ, എന്തോരം ബുദ്ധിമുട്ടിട്ടുണ്ടാവും അത്. അപ്പോ ആ ഡോക്ടർ ദൈവഭാഗ്യത്താൽ എന്ത് ചെയ്തു, അത് ഡയഗ്നോസ് ചെയ്തു, അതായത് കണ്ടുപിടിച്ചു. പിന്നെ എത്രയും പെട്ടെന്ന് അത് റിമൂവ് ചെയ്യുവാണ് ഉണ്ടായത്. പിന്നീട് കുഞ്ഞിന്റെ അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ മാറി. ആ സ്റ്റുഡന്റ് അന്ന് കുറച്ച് എന്താ പറയാ സങ്കടം ഉണ്ടായിരുന്നു അവർക്കത് പറയുമ്പോൾ, കാരണം അവരുടെ അശ്രദ്ധ കൊണ്ടാണ് അത് സംഭവിച്ചതെന്നുള്ള, കാരണം അത്രയും നാളെ കുഞ്ഞ് അത് വെച്ചുകൊണ്ടാണല്ലോ നടന്നത്. അപ്പോ വിഷമം ഉണ്ടായിരുന്നു, എന്നാലും അത് പറയുമ്പോൾ, അതായത് ആ ഒരു എക്സ്പീരിയൻസ് ആ ക്ലാസ് റൂമിൽ അന്ന് ഷെയർ ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. അപ്പൊ എല്ലാവരും ശരിക്കും പറഞ്ഞാല് കേട്ട്, ഞാൻ പറയുന്നത് പോലെ അല്ല കേട്ടോ, ഒരാളുടെ എക്സ്പീരിയൻസ് തനിയെ പറയുമ്പോൾ അത് എത്രമാത്രം നമുക്ക് ഫീൽ ചെയ്യുമെന്ന് ഓരോരുത്തർക്കും അറിയാനായിട്ട് സാധിക്കും. അപ്പൊ അത്രയും സ്റ്റുഡൻസ് അത് കേട്ടില്ല. എന്റെ മോൾക്ക് ഇതുപോലെ ഒരു ഇതുണ്ടായിരുന്നു. അവള് KG പഠിക്കുമ്പോഴായിരുന്നു. ചെവി വേദന എന്നാ പറഞ്ഞത്. ചെവി വേദനയാണ്, തൊടാൻ പോലും വയ്യാഭാഗത്ത്. അങ്ങനെ ENT കൊണ്ട് കാണിച്ചപ്പോ അദ്ദേഹം ആദ്യം മൂക്കിൽ സ്പ്രേ ടോർച്ചടിച്ച് നോക്കി. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതെന്താ ചെവിയല്ലേ വേദന, മൂക്കിലെന്താ നോക്കുന്നേന്ന്. എന്നിട്ട് ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞു മോളെ കൈയും കാലും ഒക്കെ പിടിച്ച് നല്ല ടൈറ്റായി പിടിച്ചോളെ. എന്നിട്ട് ഇദ്ദേഹം മൂക്കിനകത്തൊന്ന് കത്രികയൊക്കെ വെച്ച് ഇങ്ങനെ എടുത്തപ്പോ ഒരു കമ്മലിന്റെ ഒരു പീസ് സ്കൂളിലെങ്ങാണ്ട് വെച്ച്, മോള് മൂക്കിലെങ്ങാണ്ട് വെച്ച്, അത് കുറെ ദിവസമായി അത് അങ്ങനെ ഇരിക്കുന്നു. അവള് പറഞ്ഞതുമില്ല, ഞങ്ങൾ അറിഞ്ഞതുമില്ല. പക്ഷെ അത് ഇൻഫെക്ഷനായി അത് ചെവിയിലോട്ട് ബാധിച്ചു. അതാ ചെവി വേദന വന്നത്. നമ്മള് ചെവി വേദന എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്നു. പക്ഷെ മൂക്കിൽ ശ്രദ്ധിക്കുന്നില്ല. മൂക്കിൽ അത് ചോരയോ ബ്ലഡായിട്ട് ആ മുത്തെടുത്ത് നമ്മൾ മുമ്പിൽ ഇങ്ങനെ ഇട്ടപ്പോ ഞങ്ങൾ ആകെ അങ്ങ് ഷോക്കായി. ബ്ലഡും ഒക്കെ കലർന്ന കമ്മല് കണക്ക് ഒരു ചെറിയൊരു വട്ടം എങ്ങനെയോ പറ്റിയതാണ്. മോളെ എങ്ങനെ പറ്റിയെന്ന് വെച്ചിട്ട് അവൾക്ക് അറിയത്തില്ല. അവള് എത്രയോ ദിവസം ആയതുകൊണ്ട് ടീച്ചറിന്റെ ഒക്കെ പറഞ്ഞു, പിന്നെ അവര് ശ്രദ്ധിക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വല്ലാത്തൊരു അനുഭവം ഇപ്പൊ ടീച്ചർ പറഞ്ഞപ്പോഴേ ഓർമ്മ വന്നു. ഓക്കെ ഓക്കെ.
അപ്പൊ ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, ധാരാളം പേർക്കുണ്ട്. അപ്പൊ നമ്മള് തീർത്തും കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ നല്ല രീതിയിൽ അറ്റൻഷൻ നമ്മൾ കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി അതുപോലെ തന്നെ മറ്റു ചില സംഭവങ്ങളും കൂടി ഉണ്ട്. അതായത് നമ്മൾക്ക് റീസെന്റ് ആയിട്ട് അല്ലെങ്കിൽ കുറെ കാലം മുമ്പ് വരെ നമ്മൾ കേട്ടിരുന്ന ചില സംഭവങ്ങളാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളും അത് കേട്ടിട്ടുണ്ടാകും. ഇത് റിയൽ ഇൻസിഡൻസ് ആണ് കേട്ടോ. അതായത് ഒരു ദിവസം, അതായത് ഒരു ഗ്രാമപ്രദേശമാണ്, 3.5 വയസ്സുള്ള കുട്ടിയാണ് കേട്ടോ, 3.5 വയസ്സാണ്. അപ്പോ അമ്മ കുട്ടിയെ കുളിപ്പിക്കാനായിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു, അതായത് വലിയൊരു പാത്രമുണ്ട്, ഒരു വട്ട എന്ന് പറയും നമ്മൾ, വലിയൊരു ഡ്രം പോലത്തെ ഒരു വട്ടയാണ് കേട്ടോ. അതിനകത്ത് കുഞ്ഞിനെ ഇരുത്തിയിട്ട് പൈപ്പ് തുറന്നിട്ടിട്ട് അമ്മ അകത്തേക്ക് പോയി, സോപ്പ് എടുക്കാനായിട്ട് അകത്തേക്ക് പോയി. തിരിച്ചു വന്നപ്പോൾ കുഞ്ഞ് ജീവൻ എത്തിക്കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇതൊക്കെ നമ്മുടെ ശ്രദ്ധക്കുറയിൽ വരുന്ന കാര്യങ്ങളാണ്. അതായത് വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങള് വളരെയധികം ഗുരുതരമായിട്ട് മാറിയേക്കാം. അപ്പൊ അമ്മയ്ക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ പൈപ്പ് തുറന്നിട്ടുണ്ടായിരുന്നു അല്ലെ, പക്ഷെ അത് അമ്മ ശ്രദ്ധിച്ചില്ല. അത് ശ്രദ്ധിക്കാതെയാണ് എന്ത് ചെയ്തത്, അകത്ത് സോപ്പ് എടുക്കാനായിട്ട് പോയത്. എനിക്ക് തോന്നുന്നു അവര് കുറെ സമയം കഴിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോ തിരിച്ചു വന്നിട്ടുണ്ടാവുക. വരുമ്പോൾ കുഞ്ഞ് അനങ്ങാതെ കിടക്കുന്നതാണ് കാണുന്നത്. കുഞ്ഞ് സ്പോട്ടിൽ തന്നെ മരിച്ചു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഈ കിണറുകളുണ്ട് നമ്മുടെ വീടുകളിലൊക്കെ അല്ലെ. ഇപ്പൊ അധികം ആരും ഉപയോഗിക്കാറില്ലെങ്കിൽ കൂടിയും കിണറുകളുള്ള വീടുകളുണ്ട് കേട്ടോ. കിണറുകളുണ്ടോ നിങ്ങളുടെ വീട്ടിലൊക്കെ? ഉണ്ട് അല്ലെ. അപ്പൊ ഈ ചില പ്രദേശങ്ങളില്, അത് ഈ കൽക്കുടി പ്രദേശം, അതുപോലെ ഈ പൊക്കമുള്ള പ്രദേശങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഈ കിണർ എന്ന് പറഞ്ഞാല് നമുക്കറിയാം, അതിന്റെ വായ്ഭാഗം നമ്മൾ നടക്കുന്ന ആ സൈഡിൽ കാണാനായിട്ട് പറ്റും. അതായത് ആഴം ഉണ്ടാകും, ഓക്കെ, പൊക്കം ഉണ്ടാവില്ല. നമ്മളിപ്പോ കിണറ്റില് വെള്ളം കോരുമ്പോൾ നമുക്കറിയാം നമ്മുടെ പകുതി ഭാഗത്തോളം അതിന്റെ വായ്ഭാഗം ഉണ്ടാവും അല്ലെ. പക്ഷെ ചില കിണറുകൾക്ക് എന്തുണ്ടാവില്ല, നമ്മള് നടക്കുന്ന സൈഡ്, അതായത് നമ്മൾ ചെന്ന് നോക്കിയാൽ ആഴമാണ് കാണുക. വായ്ഭാഗം നമ്മുടെ പാദം ഉണ്ടല്ലോ, നമ്മൾ ചവിട്ടുന്ന നമ്മുടെ കാൽപാദം ഉണ്ടല്ലോ, ആ പാദത്തിനോട് ചേർന്നിരിക്കും. ഓക്കെ, പൊക്കമില്ലാത്ത കിണറുകൾ, എന്നാൽ ആഴം കൂടിയിട്ടുണ്ടാവും. മനസ്സിലായോ പറയുന്നേ? എത്തരത്തിലുള്ള കിണറുകളാണെന്ന്? അപ്പൊ ഇത്തരത്തിലുള്ള കിണറുകളൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ പ്രോപ്പർ ആയിട്ട് അത് നമ്മൾ മൂടി വെച്ചിട്ടില്ലെങ്കിൽ, അതായത് പ്രോപ്പർ ആയിട്ട് അത് ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ, ചിലപ്പോൾ ഗ്രില്ലൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും അത് ക്ലോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വലയോ മറ്റോ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ക്ലോസ് ചെയ്യുന്നത്. അപ്പൊ കുഞ്ഞുങ്ങള് അവിടെ ഓടിയൊക്കെ നടക്കുന്ന സമയത്ത് വേണമെങ്കിൽ എന്ത് പറ്റാം, അതിൽ തട്ടി കുഞ്ഞ് കിണറ്റിന്റെ ഉള്ളിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ ഏറിയ ഇതിൽ കണ്ടുവരുന്നത് ഗ്രില്ലൊക്കെ ഉപയോഗിച്ചിട്ട് അത് മൂടി വെക്കുവാണ് പതിവ്. പിന്നെ കോരാൻ വേണ്ടിയിട്ട്, അതായത് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു പോർഷൻ മാത്രം അങ്ങനെ നീക്കി വെച്ചിരിക്കുന്നു. അതും ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. അതായത് നമ്മൾക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം നമ്മളത് ഓപ്പൺ ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് ക്ലോസ് ചെയ്യാത്ത ചില കിണറുകളുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ഓടുന്ന സമയത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കളിക്കുന്ന സമയത്തൊക്കെ ഇതിനകത്ത് വന്ന് വീഴാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളും നമ്മുടെ നാട്ടില് പതിവാണെന്നാണ് പറയുന്നത്. കിണറ്റിൽ വീണ് മരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങളൊക്കെ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചിട്ടുള്ള സംഭവമുണ്ട്. അതായത് ഈ കുട്ടി ഒരു 5 വയസ്സ്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞാണ്. സ്കൂളില് വിട്ട് വന്നിട്ട് ഈ കുട്ടി അമ്മമ്മയാണ് വീട്ടിലുള്ളത്. അച്ഛനമ്മയൊക്കെ ജോലിക്ക് പോയിരിക്കുവാണ്. അമ്മമ്മനോട് പറഞ്ഞു എനിക്ക് ഭക്ഷണം വേണം എന്ന് പറഞ്ഞു. നമുക്കറിയാലോ സ്കൂള് വിട്ട് വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വിശപ്പുണ്ടാവും അല്ലെ, സ്വാഭാവികമാണത്. അപ്പൊ വിശക്കണമെന്ന് പറഞ്ഞു. അമ്മമ്മ അടുക്കളയിൽ പോയി ഫുഡ് എടുക്കാനായിട്ട്. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല. അപ്പൊ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞാണ്. അപ്പൊ അമ്മമ്മ വിചാരിച്ചു അടുത്തെവിടെയെങ്കിലും ഉള്ള വീട്ടിൽ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഇറങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷെ അടുത്ത വീടുകളിലൊക്കെ ചെന്ന് അമ്മമ്മ ചോദിച്ചപ്പോ അവിടെ ഒന്നും കുഞ്ഞെത്തിയിട്ടില്ല. അപ്പൊ ചുറ്റുവട്ടത്തൊന്നും കുഞ്ഞിനെ കാണുന്നില്ല. അപ്പൊ ഉടനെ തന്നെ എന്ത് ചെയ്തു, അച്ഛനെയും അമ്മനെയും വിവരം അറിയിച്ചു. ജോലിക്ക് വീട്ടിൽ അച്ഛനമ്മേനെയും വിവരം അറിയിച്ചു. അവര് വീട്ടിൽ വന്നു. അവര് അറിയാവുന്ന ഫ്രണ്ട്സിനോടും സ്കൂളിലൊക്കെ ഒന്ന് വീണ്ടും അന്വേഷിച്ചു. അതായത് കടകളിലും അവര് പുറത്തേക്ക് ഇറങ്ങി റോഡിലേക്ക് ഇറങ്ങിയിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു.
പക്ഷെ അവിടെ എങ്ങും കുഞ്ഞിനെ കാണുന്നില്ല. അങ്ങനെ പോലീസിൽ വിവരം അറിയിച്ചു, പോലീസും അന്വേഷിച്ചു. പക്ഷെ ആ രാത്രി മൊത്തം ആ കുഞ്ഞിന് വേണ്ടി ഓടി നടക്കുമായിരുന്നു. പിറ്റേ ദിവസം നോക്കിയപ്പോൾ തൊട്ടടുത്തുള്ള അതായത് വെള്ളക്കെട്ടാണ്, കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ വെള്ളക്കെട്ടാണ്, അവിടെ കുഞ്ഞ് മരിച്ചു കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങളും നമ്മുടെ ഇടയിൽ സംഭവിക്കാറുണ്ട്. അതായത് ആ കുഞ്ഞ് ആരും കാണാതെ പുറത്തേക്ക് പോയി, ചിലപ്പോ ചെളിയിലോ മറ്റോ എന്താണ് കാല് പൂണ്ടിട്ടുണ്ടാവാം, കുഞ്ഞവിടെ വീണ് കിടന്നിട്ടുണ്ടാവാം, അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു. അപ്പോ ഈ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോ ഏറിയ ഭാഗവും പറഞ്ഞത്, അല്ലെ? അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ അമ്മമാർ എന്ത് ചെയ്യാറുണ്ട്, കുഞ്ഞുങ്ങൾക്ക് ഷോളും പിന്നെ സാരിയും ഒക്കെ കൊടുക്കാറുണ്ട്, അല്ലെ? കൊടുക്കാറുണ്ട് ഷോളും സാരിയും ഒക്കെ, അല്ലെ? സാരി ചുറ്റാനായിട്ട് പെൺകുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടം ഷോൾ ഉപയോഗിച്ച് സാരി ചുറ്റുന്നത്, അല്ലെ? നല്ല രീതിയിൽ ഒരുങ്ങുന്നതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇങ്ങനെ കളിക്കാൻ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോ കഴുത്തിലൊക്കെ ഇത് കുരുങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. അത് അപകടകരമാകും, അല്ലെ? കുഞ്ഞുങ്ങളെ അത് ഡേഞ്ചറസ് ആയിട്ടുള്ള രീതിയിൽ എത്തിക്കും. ചിലപ്പോ ശ്വാസം കിട്ടാത്ത അവസ്ഥയൊക്കെ വരും, അത് കുരുങ്ങിപ്പോയി കഴിഞ്ഞാൽ കേട്ടോ. അപ്പൊ അതും നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളും എന്ത് ചെയ്യണം, സൂക്ഷിക്കണം. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു സംഭവമാണ്, ഇത് ഇവിടെ നടന്നതല്ല, നമ്മുടെ വയനാട്ടിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. വയനാട്ടില് ഉള്ളേരിയ ഉണ്ട്, അതായത് ആദിവാസികൾ ട്രൈബൽസ് ഒക്കെ താമസിക്കുന്ന ഏരിയകളുണ്ട്. അവിടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. ആ ഫാമിലിയില് അച്ഛനും അമ്മയുണ്ട്, പിന്നെ 3 പെൺകുട്ടികളാണ്. അതിനകത്ത് മൂത്ത കുട്ടിക്ക് 10 വയസ്സാണ്, ഇളയ കുട്ടിക്ക്, രണ്ടാമത്തെ കുട്ടിക്ക് 5 വയസ്സ്, അതിന് താഴെയുള്ള കുട്ടിക്ക് 3 വയസ്സ്. ഓക്കെ, അപ്പൊ അച്ഛനും അമ്മയും രാവിലെ തന്നെ പോകും, കാട്ടിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് വിറക് ശേഖരിക്കാനും അവിടുത്തെ പണികൾക്കൊക്കെയാണ് അവര് പോകുന്നത്. അപ്പൊ രാവിലെ തന്നെ പോയി കഴിഞ്ഞാൽ അവര് വരുന്നത്, അതായത് ഏർലി മോർണിംഗ് പോകുമ്പോഴും ആവുന്നതിന് മുമ്പേ പോകും, വരുന്നത് രാത്രിയാവുമ്പോഴാണ് തിരിച്ചു വരുന്നത്. അപ്പൊ ഈ മൂത്ത കുട്ടിയാണ് ജോലികളൊക്കെ ചെയ്യുന്നത്, 10 വയസ്സായിട്ടുള്ള കുട്ടിയാണ് ആ വീട്ടിലുള്ള ജോലികളും മറ്റുമൊക്കെ ചെയ്യുന്നത്. നമുക്കറിയാം ആ ഒരു ഏരിയയിലാണ്, ട്രൈബൽ ഏരിയയാണ്, അങ്ങനെ അധികം വിദ്യാഭ്യാസം പെൺകുട്ടികളെ എല്ലാ രീതിയിലും അവര് മോൾഡ് ചെയ്തെടുക്കണം. അതായത് പണിയൊക്കെ അറിയാൻ പറ്റും അവിടുത്തെ കുട്ടികൾക്കൊക്കെ, ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും വീട്ടു ജോലികളും പുറത്തെ ജോലികൾക്കൊക്കെ അറിയാനായിട്ട് സാധിക്കും. അപ്പൊ ഈ കുട്ടിയാണ് അവിടെ ജോലി ചെയ്യുന്നത്. അപ്പൊ ജോലി ചെയ്യുമ്പോ എല്ലാ ജോലിയും ചെയ്യാറുണ്ട്, അതായത് ചോറ് വേവിക്കുന്നത്, പിന്നെ കറികളൊക്കെ വെക്കുന്നതൊക്കെ ഈ കുട്ടി, അലക്കുന്നത്, പെര തുടക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ കാരണം അച്ഛനമ്മയും രാവിലെ പോയാലും രാത്രി ആകുമ്പോഴാണ് തിരിച്ചു വരുന്നത്. അപ്പോ ബാക്കിയുള്ള 2 കുട്ടികൾ ഒരു ദിവസം ഈ കുട്ടി അരി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അടുപ്പാണ് കേട്ടോ, ഗ്യാസ് അല്ല, അടുപ്പിലാണ് അവര് വെക്കുന്നത്, വിറകടുപ്പില്. അപ്പോ 2 കുട്ടികള്, ബാക്കി താഴത്തെ 2 കുട്ടികള് പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ കുട്ടി ഇത് അടുപ്പ് കത്തിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ കുട്ടിയുടെ ഡ്രസ്സിലോട്ട് തീ പകർന്നു, അല്ലെങ്കിൽ തീ വന്നു, അത് സ്പ്രെഡായി. ഈ കുട്ടി നിലവിളിക്കുന്നുണ്ട്, പക്ഷെ പുറത്തെ 2 കുട്ടികൾക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അവർ അടുത്തോട്ടൊന്നും വരുന്നില്ല, കാരണം ഈ തീ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് മൊത്തം. ഭാഗ്യത്തിന് അവരത് പുറത്തുനിന്നാണ് കാണുന്നത്, അകത്തോട്ട് ആ കുഞ്ഞുങ്ങൾ വന്നില്ല. ബാക്കി ആരും ഒന്നുമില്ല, ചുറ്റുപാടും ഒന്നും ആരുമില്ല, എല്ലാവരും ഇങ്ങനെ ജോലിക്കൊക്കെ പോയിരിക്കുകയാണ്. അങ്ങനെ തീ സ്പ്രെഡായി ആ കുട്ടി അവിടെ മരിക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങളും നമ്മുടെ ഇടയിൽ എന്ത് ചെയ്യാറുണ്ട്, നടക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ മൊബൈൽ ഫോൺ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിച്ച് ഭക്ഷണം തൊണ്ടയിൽ പോയി മരിച്ച കേസുകളും ഉണ്ട്. അത് കുഞ്ഞുങ്ങളുടെ കേസിലും അങ്ങനെ തന്നെയാണ്. വലിയവരുടെ കേസും ഉണ്ട്, കുഞ്ഞുങ്ങളുടെ കേസും ഉണ്ട്. അപ്പൊ മൊബൈൽ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാറുണ്ട്, ചില അമ്മമാര് ഭക്ഷണം കഴിപ്പിക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. അപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞത് റിയൽ ആയിട്ട് നടന്നിട്ടുള്ള ചില സംഭവങ്ങളാണ്. നിങ്ങൾക്ക് എന്ത് തോന്നി ഇത് കേട്ടപ്പോ? ഇതിനകത്ത് എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് എന്താ നമ്മൾ പഠിക്കേണ്ടത്? കുറെ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്, അല്ലെ? കുഞ്ഞുങ്ങളുടെ കാര്യമാകുമ്പോ പ്രത്യേകിച്ച്, കുഞ്ഞു കുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ അവർക്കൊരു അറ്റൻഷൻ കൊടുക്കേണ്ടതുണ്ട്. നമ്മളുടെ ഒരു സെക്കൻഡ് നേരത്തെ അശ്രദ്ധ അവരുടെ ജീവൻ പോകുന്നതിന് വരെ കാരണമായി തീരാം.
അപ്പൊ വളരെയധികം അറ്റൻഷനോട് കൂടി വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? മിസ് ഒരു എക്സ്പീരിയൻസ് പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ സനില. എന്റെ വീട് വരാപ്പുഴയിലാണേ, പുത്തമ്പള്ളി എന്ന് പറയും. അപ്പൊ എന്റെ വീട് തൊട്ടടുത്ത് സിമിത്തേരിയാണ്, വലിയ സിമിത്തേരിയാണേ. അപ്പൊ ഞാൻ ഒരിക്കലും ഇതേപോലെ ഉച്ചക്ക് പണിയെടുത്തോണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് സിമിത്തേരിയുടെ ഉള്ളിൽ നിന്ന് ഭയങ്കര ഒരു കരച്ചിൽ കേട്ടു, ഒരു കൊച്ചിന്റെ. അപ്പൊ അവിടെ ഒരു കുഞ്ഞും ഒരു മോളും അതിന്റെ അനിയനും അമ്മയും കൂടി, അവരുടെ അപ്പം മരിച്ചിട്ട് ഒരു 7 ദിവസം ആയിട്ടുള്ളൂ. അപ്പൊ തിരി കത്തിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ അതിന്റെ തൊട്ടപ്പുറത്തുള്ള കുഴിയിലും പിന്നെ ഈ ഒരു കുഴിയിലായിട്ട് അവരിങ്ങനെ തിരി കത്തിച്ചു വയ്ക്കുമല്ലോ, കണ്ടിട്ടുണ്ടാവുമല്ലോ മിസ്. ഈ കുട്ടി ഇട്ടിരുന്നത് പോളിസ്റ്റർ കൂടിയിട്ടുള്ള ഒരു ഡ്രസ്സും ആയിരുന്നു. അറിയാണ്ട് ഷോളില് തിരി ഇങ്ങനെ കത്തി പിടിച്ചു. പക്ഷെ കുഞ്ഞ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കത്തി പിടിച്ച് അവസാനം ഒരു 80% ആയി. അത് ഷോളിലായതുകൊണ്ട് തന്നെ ആളി കത്തി. ആ ഒരു കരച്ചിലാണ് ഞാനൊക്കെ കേൾക്കുന്നത്. നമുക്കൊന്നും കാണാനൊന്നും പറ്റില്ല വെച്ചാൽ, ഞാൻ ഓടി ചെല്ലുമ്പോൾ ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 80% എന്ന് പറയാൻ അറിയാലോ, ഒരു കുഞ്ഞു പെൺകുട്ടിയാണ്. അത് ഇത്രേ കേട്ടുള്ളൂ. എന്റെ അപ്പ എന്നെയും കൂടി കൊണ്ടുപോവാണോ, ആ ഒരു കരച്ചിൽ, ആ ഒരു സൗണ്ട് ഞാൻ കേട്ടായിരുന്നു. കാരണം തൊട്ടപ്പുറത്തായതുകൊണ്ട് എനിക്ക് കേൾക്കാം. അത് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. പിന്നീട് അങ്ങോട്ട് കൊച്ചിനെ എല്ലാരും വന്ന് കൊണ്ടുപോയി. പിന്നെ ഒരു മാസം കഴിഞ്ഞ് കേട്ടു ആ കുട്ടി മരിച്ചു. സത്യം പറഞ്ഞാൽ എല്ലാരും ആഗ്രഹിച്ചത് മരിക്കണം തന്നെയായിരുന്നു കേട്ടോ. കാരണം അത്ര അധികം ഒരു പെൺകുട്ടിയാണ്, അത്ര അധികം അത് അങ്ങോട്ട് കരിഞ്ഞു പോയി എന്നാ പറയണേ. അപ്പൊ ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു നേഴ്സ് ഉണ്ട്. അപ്പൊ ആ ചേച്ചി ഓടി ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചേച്ചി വന്ന് എന്നോട് പറഞ്ഞു, കുഞ്ഞിന്റെ ഡ്രസ്സ് മൊത്തം പോയി, ആ മുഖത്ത് എന്തോ പെൺകുട്ടിയാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പൊ അതിൽ പിന്നെ ഞങ്ങളുടെ എന്നൊരു നിയമം കൂടി അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരാളും തിരി കത്തിക്കരുത്, ഇനി കത്തിച്ചാൽ തന്നെയും പോകുന്നതിന് മുമ്പ് അത് കിടത്തിയിട്ട് വേണം പോകാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്റെ കൺമുന്നിലാണ്. ദൈവഭാഗ്യമാണ് ഞാൻ കണ്ടില്ല. കണ്ടിരുന്നെങ്കിൽ എന്റെയും കൂടി കൊണ്ടുപോണ്ടി വന്നാനായിരുന്നു. നമ്മൾ അത്ര അധികം സൗണ്ട് ആയിരുന്നു കുട്ടിയുടെ കരച്ചിലൊക്കെ കേട്ടിട്ട്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ഞാൻ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് തീയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഓക്കെ, കുഞ്ഞുങ്ങള് എന്താ പറയാ, അടുക്കള ജോലികളൊക്കെ ചെയ്യിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഉണ്ടോ? കിച്ചൺ ജോലികളില് ഇല്ല. കൊടുക്കാട്ടോ, നമുക്ക് കിച്ചൺ ജോലികളൊക്കെ കൊടുക്കാം. പക്ഷെ ചെറുത് മാത്രം, അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ മാത്രം. ഇപ്പൊ അവരുടെ ഭക്ഷണം കഴിച്ച പ്ലേറ്റ് അവരെ കൊണ്ട് തന്നെ കഴിയിപ്പിക്കാം. സ്റ്റീൽ പ്ലേറ്റ് കൊടുക്കണം കേട്ടോ, ചില്ല് പ്ലേറ്റ് ഒരിക്കലും കൊടുക്കരുത്. അപ്പൊ അങ്ങനെയുള്ള ജോലികളൊക്കെ അവരെ ചെയ്യിപ്പിക്കാം. അതുകൊണ്ട് യാതൊരു പ്രോബ്ലം ഒന്നുമില്ല. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഇപ്പൊ കത്തി ഉപയോഗിച്ചിട്ടല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, കട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന വെജിറ്റബിൾസ് കത്തി ഉപയോഗിക്കാണ്ട്, അതൊക്കെ നമുക്ക് കൊടുക്കാം. യാതൊരു പ്രശ്നമില്ല, അതൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി അറിവായിട്ടുള്ള കുട്ടികളെ കൊണ്ട് വേണം ചെയ്യിപ്പിക്കാനായിട്ട്. തീരെ പൊടിക്കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കാനായിട്ട് പാടില്ല. അപ്പൊ അവരുടെ ചെറിയ ജോലികൾ കുഞ്ഞുങ്ങളെ എടുപ്പിക്കുന്നുണ്ട്, യാതൊരു പ്രശ്നമില്ല. പക്ഷെ ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള ജോലികളോ കാര്യങ്ങളോ, പിന്നെ ഗ്യാസ് കത്തിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് പാടില്ല. നമുക്കറിയാം, കാരണം നമ്മളില്ലാത്ത സമയത്താണ് അവരതിനെ മുതിരുന്നതെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാല് പിന്നെ അത് കൂടുതലായിട്ട് അപകടങ്ങളിലേക്കല്ലേ പോവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യിപ്പിക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം, ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ നീഡ്സ് കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് വായിച്ചോളൂ.
ക്ലാസ് കഴിഞ്ഞ് പ്രസന്റ് ചെയ്തോട്ടെ. എന്താണ് ദിവ്യ? ക്ലാസ് കഴിയുന്നതിന് മുന്നേ ടൈം തരുമെങ്കിൽ എന്റെ പ്രസന്റേഷൻ. പിക്ചർ വീലും നമ്പർ വീലും ആണോ? കാണിച്ചോളൂ. മിസ് ടൈം പറഞ്ഞാൽ മതി. ഓക്കെ. ഓക്കെ, താങ്ക് യു. വായിച്ചു കഴിഞ്ഞെങ്കിൽ തമ്പ് ചെയ്യാം കേട്ടോ. ഒരാളൊന്ന് റീഡ് ചെയ്യാമോ? മിസ് ചെയ്യാമോള് റീഡ് ചെയ്യോ? റീഡ് ചെയ്യോ? മിസ് ചെയ്യാമോ? Okay, miss. Food and nutrients needs. Just like the 0-3 years age group, the 3-6 years old also have their own nutritional needs. A well-nutritious children have normal weight for height and age. എന്താ മാം? Nourished എന്നാണ് കേട്ടോ. Nourished child has normal weight for heights and age, is alert, achieve, happy and carry. എനിക്ക് അടുത്ത് വായിക്കാൻ പാടാ. Curious, active, happy and curious. എനിക്ക് അടുത്ത് വായിക്കാൻ പാടാ, അതാ വായിക്കാൻ പഠിക്കുന്നു. ഞാൻ വായിച്ചോളാം. കണ്ണിന് പ്രശ്നമുണ്ട്. ഞാൻ വായിച്ചോളാം. ഞാൻ റീഡ് ചെയ്തോളാം. ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ നീഡ്സ് ഒന്ന് ശ്രദ്ധിക്കുക. Just like the 0-3 years age group, the 3-6-year-old also have their own nutritional needs. A well-nourished child has normal weight for height and age, is alert, active, happy and curious. He sleeps well at night, is not irritable, has a good attention span and has good hunger and normal bowel movements. Her eyes are clear and bright, hair normal and lustrous, teeth white and clean, skin smooth, slightly moist and glowing, gums pink and posture erect. Since nutrients make up each and every cell of the body,
keeping up with the nutritional needs becomes important for healthy development of the body and mind. Deficiency, excess, or inequality of nutrients cannot only create mild disorders but can even physically disable or kill a person. Okay. ഈ ഒരു പാരഗ്രാഫിൽ എന്തിനെ കുറിച്ചിട്ടാ പറയുന്നേ? കുട്ടികൾക്ക് കിട്ടേണ്ട ന്യൂട്രിയൻസിനെ പറ്റി. കുട്ടികൾക്ക് കിട്ടേണ്ട ന്യൂട്രിയൻസിനെ കുറിച്ചിട്ടാണ് അല്ലെ? ഓക്കെ. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് വരിക കേട്ടോ. ഞാൻ എല്ലാവരെയും കൊണ്ടൊന്ന് പറയിപ്പിക്കും കേട്ടോ. ഓക്കെ. അപ്പൊ ദിവ്യശ്രീ പിക്ചർ വീലും നമ്പർ വീലും കാണിച്ചോളൂ കേട്ടോ. ദിവ്യശ്രീ ഉണ്ടോ? ഓക്കെ മാം. ഓക്കെ, പ്രസന്റ് ചെയ്തോളൂ. ഓക്കെ. ദിവ്യശ്രീ മിസ് എനിക്ക് ക്യാമറ എന്താ ചെയ്യാൻ പറ്റുന്നില്ലേ? എന്റെ ഫ്രണ്ട് എനിക്ക് ബാക്ക് ക്യാമറ പറ്റുന്നില്ല മിസ്. എന്താണ് ഷമീമ? ക്യാമറ മേലെ ഉണ്ട്. അതെ അതെ. കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങൾ. സൈൻ ഔട്ട് ചെയ്യുന്നുണ്ടോ? Yes, ma'am. ഓക്കെ, ചെയ്തോളൂ. I would like to thank Ashwati ma'am to giving us such a wonderful class on my behalf and my behalf of my friends. Thank you, ma'am. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു.